ഇത് നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തോറ്റുപോയ ആളുകള് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് NS അഡ്മിഷൻ എടുക്കുന്നതെന്നുള്ളതാണ് ചില ആൾക്കാർ ചിന്തിച്ചു വെച്ചേക്കുന്നത്. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ വ്യക്തികൾ നമ്മുടെ ഇവിടെ പ്ലസ് ടു എടുത്ത് പഠിക്കുന്നുണ്ട്. എന്ത് കാരണം നമ്മുടെ ഈ വർഷത്തെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം ഒന്നും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എന്താ മുമ്പോട്ട് പോകും തോറും പല ആവശ്യങ്ങൾ വരും അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്റ്റാഫ്, അതായത് ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കും ഇതേപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഒരു പ്ലസ് ടു വേണം. അതിലുള്ള ആളുകളൊന്നും അല്ല, ചെറിയ കുട്ടികൾ തൊട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ, ചേട്ടന്മാരായിട്ടുള്ളവരും ചേച്ചിമാരായിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രായം ഈ ഒരു പഠനത്തിന് തടസ്സമല്ല എന്നുള്ള കാര്യം എന്റെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ ഇതിനകത്ത്. സർട്ടിഫിക്കറ്റിന്റെ വാല്യൂയിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉപരിപഠനം ഗവൺമെന്റിന്റെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. SSLC പ്ലസ് ടു പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയവരാണോ നിങ്ങൾ? ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി ഇന്നൊരു നിലയിലെത്താൻ സാധിക്കാത്തവരാണോ? ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സമയമില്ലേ? എന്നാൽ ഇനി വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും SSLC പ്ലസ് ടു പാസ്സാകാം LB അക്കാദമിയിലൂടെ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിൽ പഠനം മുടങ്ങിയവർക്കും അപേക്ഷിക്കാം. PSC, UPSC, കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത SSLC പ്ലസ് ടു നിങ്ങൾക്ക് നേടിയെടുക്കാം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്, പാലത്തിങ്ങൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാം, പനി, ജലദോഷം ഇല്ലേ, ഒരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് അങ്ങ് പോവുകയാണ്. ഇപ്പൊ എനിക്കും അതേ സ്ഥിതി തന്നെയാണ്, സൗണ്ട് ഒക്കെ പോയിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കൂടുതൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൂടെയൊക്കെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലൊന്നും അല്ല നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത്, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ എന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോവാ, മരുന്ന് വാങ്ങിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന വേറൊന്നും അല്ല, നമ്മുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ NISന്റെ വാർത്തകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം NISന്റെ എല്ലാ വാർത്തകളും അല്ലെങ്കിൽ NISനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനൽ വഴി നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും അത് ഫൈൻ ഇല്ലാതെയുള്ള സമയത്തും ഫൈനോട് കൂടിയുള്ള സമയത്തും ഒക്കെ നിങ്ങളോട് നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ അഡ്മിഷൻ ടൈം ആണ്, എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, കസിൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാവാം, അമ്മയാകാം അല്ലെ, ആരെങ്കിലും ഒക്കെ ആവാം, നിങ്ങൾക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഈ വർഷത്തെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും നമ്മൾ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം ഒന്നും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്നായിരിക്കും 2027 ഏപ്രിലായിരിക്കും നമുക്ക് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വർഷം ആരെങ്കിലും 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കുറെ ആളുകളുടെ ഒരു ചിന്താഗതിയാണ് കേട്ടോ, നമ്മുടെ NIS വഴി 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഈ പരാജയപ്പെട്ടു പോയ ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തോറ്റുപോയ ആളുകള്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് NS അഡ്മിഷൻ എടുക്കുന്നതെന്നുള്ളതാണ് ചില ആൾക്കാർ ചിന്തിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ LBയിൽ ഒരുപാട് ആളുകൾ, അതായത് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ വ്യക്തികൾ നമ്മുടെ ഇവിടെ പ്ലസ് ടു എടുത്ത് പഠിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എന്താ മുമ്പോട്ട് പോകും തോറും പല ആവശ്യങ്ങൾ വരും അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, PG ഒക്കെ കഴിഞ്ഞു. പിന്നീട് നമുക്ക് തോന്നുന്നതാണ് വേറെ എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് വരികയാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പ്ലസ് ടു സയൻസ് ചിലപ്പോൾ അവർക്ക് ആവശ്യം വരും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ എന്ത് ചെയ്യും? NISൽ പ്ലസ് ടു സയൻസ് എടുത്ത് പഠിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ LBയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്റ്റാഫ്, അതായത് ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്.
അപ്പൊ അവർക്കും ഇതേപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ഒരു +2 വേണം. അപ്പൊ നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ 10ാം ക്ലാസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവര് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പിന്നീട് അവർക്ക് ഒരു പ്രൊമോഷന്റെ കാര്യം വരുമ്പോഴത്തേനും ഈ പറഞ്ഞ +2 സയൻസിന്റെ ഒക്കെ ആവശ്യകത വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിന്റെ ആവശ്യകത വരിക. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ LB പഠിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഏജിലുള്ള ആളുകളൊന്നും അല്ല, ചെറിയ കുട്ടികൾ തൊട്ട് എന്താ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ, ചേട്ടന്മാരായിട്ടുള്ളവരും ചേച്ചിമാരായിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രായം ഈ ഒരു പഠനത്തിന് തടസ്സമല്ല എന്നുള്ള കാര്യം എന്റെ പ്രിയപ്പെട്ട ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ ഇതിനകത്ത്, വലിയ കാര്യമായിട്ടുള്ള സംഭവം ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ NYSC തന്നെ ജോയിൻ ചെയ്തോ. നമുക്ക് യാതൊരു പ്രശ്നമില്ല. സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉപരിപഠനത്തിനാണെങ്കിലും ഒന്നും ഒരു പ്രശ്നം വരുന്നില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ NIOSന്റെ കേട്ടോ. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. നിങ്ങളുടെ ഉപരിപഠനത്തിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. 2026 ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫൈനോട് കൂടിയുള്ള അഡ്മിഷൻ ആണോ നടക്കുന്നത്, അല്ലാതെ ഉള്ള അഡ്മിഷൻ ആണോ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നീങ്ങി നിൽക്കുവാണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ നോക്കിക്കേ, നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താ കൊടുത്തിരിക്കുന്നത്? സ്ട്രീം 1 ബ്ലോക്ക് 2, അതായത് നമ്മുടെ 2026 ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ 10ാം ക്ലാസ് +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, അതായത് നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതിനോടൊപ്പം എത്രയാണ്? 520 രൂപ ലേറ്റ് ഫീയോട് കൂടിയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ അതിനുശേഷം അതായത് മാർച്ച് മാസത്തിൽ അഡ്മിഷൻ എടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ മാർച്ച് 1 തൊട്ട് മാർച്ച് 15 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം കേട്ടോ. മാർച്ച് 15 വരെ അഡ്മിഷൻ എടുക്കാൻ നോക്കല്ലേ, കാരണം ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് സൈറ്റ് ഒക്കെ ബ്ലോക്ക് ആകും. സോ നിങ്ങൾ ഒരു മാർച്ച് 10ാം തീയതിക്കൊക്കെ മുമ്പായിട്ട് നമ്മുടെ LBയിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മാർച്ച് 10ന് മുമ്പായിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നോക്കിക്കേ, ഫ്രം മാർച്ച് 1 തൊട്ട് മാർച്ച് 15 വരെ എങ്ങനെയായിരിക്കും? 910 രൂപ. അതായത് നോർമൽ ഒരു ഏകദേശം ഒരു എമൗണ്ട് ഞാൻ പറയാം, ഒരു 3500 സംതിങ് രൂപയാന്ന് വിചാരിക്കുക. ആ 3500 സംതിങ്ങിന്റെ കൂടെയാണ് ഈ പറഞ്ഞ ലേറ്റ് ഫീ വരുന്നത് കേട്ടോ. അപ്പം ഫെബ്രുവരി 28 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 520 രൂപ ഫൈനോടുകൂടി അഡ്മിഷൻ എടുക്കാം. 520 വെറും 520 അടച്ച് അഡ്മിഷൻ എടുക്കാൻ നല്ല കേട്ടോ പറഞ്ഞത്. നോർമൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, അതിന്റെ കൂടെ 520 രൂപ ഫൈൻ വരും. ഇനി മാർച്ച് 1 തൊട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണ്, നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ 910 രൂപയായിരിക്കും ഫൈൻ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ 520ഉം 910 എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാണ് അല്ലെ, പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നാണ് ഈ പൈസയൊക്കെ പോകുന്നതല്ല, രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നു. അപ്പൊ അടയ്ക്കുമ്പം ഇപ്പൊ 3000 സംതിങ് എമൗണ്ടിന്റെ കൂടെ ഈ 520ഉം 910 ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ അവിടെ ആർക്കും നഷ്ടം സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികളും കൂടെ പൂർത്തീകരിക്കുക കേട്ടോ. കാരണം മുമ്പോട്ട് പോകും തോറും ഈ രജിസ്ട്രേഷൻ ഫീസിൽ ഈ ഫൈനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നല്ലൊരു എമൗണ്ടിലേക്ക് പോകും. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത്. എപ്പോഴും എന്റെ ഈ അക്കാദമിയിൽ വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും വീഡിയോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വീഡിയോസിൽ എല്ലാ അഡ്മിഷനും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാന നിമിഷം ആകുമ്പോൾ എന്താണെന്നറിയോ, ഈ പറഞ്ഞ ഫെബ്രുവരി 28 അല്ലെങ്കിൽ മാർച്ച് 15 ആ ദിവസം ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ എന്തായിരിക്കും, ഈ പറഞ്ഞ അഡ്മിഷൻസും രജിസ്ട്രേഷന്റെ ഫീസ് ഒക്കെ അടിച്ച്, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി 12 മണി വരെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കല്ല, അതിന് മുൻപ് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം കേട്ടോ. അപ്പൊ 2026 ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഈ വർഷമാണ് നിങ്ങൾ 10ാം ക്ലാസ്സും +2 കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറയണം. കാരണം ഈ ഒരു 2026 ഒക്ടോബർ ആണ് അവസാനത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പിന്നെ 2027 നമുക്ക് NYSC അഡ്മിഷൻ ഉള്ളൂ കേട്ടോ, 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ളത്. അതുകൊണ്ട് ഈ വർഷം തന്നെ 10ാം ക്ലാസ് +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടല്ലോ. അപ്പം നമ്മുടെ NIOSന്റെ 10ാം ക്ലാസ് അതുപോലെ തന്നെ +2 കേട്ടോ. അപ്പൊ +2 സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാര്, 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പ്രായപരിധി ഇല്ലാതെ, അതായത് ഇവിടെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല,
ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? 10ാം ക്ലാസ്സും +2 NIS എഴുതിയെടുക്കാം. നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് 3 ഗ്രൂപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് ഓൺലൈൻ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് തരികയാണ് ചെയ്യുന്നത്. അത് നൈറ്റ് ക്ലാസ് ആണ്, രാത്രിയിലാണ് ഓൺലൈൻ ക്ലാസ്സസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. സോ അതിന്റെ അക്കാദമിക് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇനി മറ്റേതെങ്കിലും നിങ്ങളിപ്പം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി അതല്ലെങ്കിൽ സെൽഫായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കും മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആരെങ്കിലും 2026 ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വിജയ ശതമാനം ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് 100% വിജയത്തോടു കൂടിയാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2026 ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു 2026 ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ ഉറപ്പാക്കുക. അപ്പോൾ നിർത്തുന്നു. NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.